രാവിലെ നല്ല മഴ. ഞങ്ങളെല്ലാവരും ഉദയപൂർ പോകാമെന്ന് പ്ലാനിട്ടതാണ് നേരത്തെ. പക്ഷേ രാവിലെ ആയപ്പോഴത്തേനും ഭയങ്കര മഴ. പക്ഷേ ലാസ്റ്റ് എല്ലാവരും വെച്ചു എന്നാൽ നമുക്ക് എന്തായാലും പോകാം അല്ലേ? നമ്മൾ മുണ്ടൊക്കെ എടുത്തുകൊണ്ട് എല്ലാവരും കൂടെ ഉദയപൂർ പോകണമെന്നൊക്കെയായിരുന്നു ആഗ്രഹം. പക്ഷേ എന്ത് ചെയ്യാനാ, മഴ നനഞ്ഞ് സാധാ ഡ്രസ്സിൽ പോകാനായിരുന്നു വിധി. സാധാരണ ദിവസങ്ങളിലൊന്നും മഴയില്ലാത്ത ഇന്ന് ഭയങ്കര മഴ എന്ന് വെച്ചാൽ ഭയങ്കര മഴ. അപ്പോൾ നമ്മുടെ കൂടെ വിഷ്ണു ഉണ്ട്, ജയ്, പിന്നെ ഹർഷ്, മോഹിത്ത്, പിന്നെ ഞാൻ. അപ്പോൾ നമ്മൾ 2 വണ്ടിയിലായിട്ട് നമ്മൾ ഉദയപൂരിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയുണ്ട്. നിങ്ങൾക്ക് അപ്പോൾ കഴിഞ്ഞ ദിവസം അടിച്ച ഒരു 50 രൂപയുടെ പെട്രോൾ മാത്രമേ അതിനകത്തുള്ളായിരുന്നു. അപ്പോൾ ഇന്ന് ഒരു 200 രൂപയ്ക്ക് കൂടെ പെട്രോൾ അടിച്ചാണ് നമ്മൾ ഇവിടുന്ന് യാത്ര വീണ്ടും തുടങ്ങുകയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, മഴ പെയ്തിട്ട് എല്ലാവരും നനഞ്ഞ് കുഴഞ്ഞാണ് പോകുന്നത്. ഞാൻ എത്ര മുടി ഒതുക്കി വെച്ചിട്ടും കാര്യമില്ലെന്ന് എനിക്കറിയാം. പിന്നെ നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാതെ ഇങ്ങനെയൊക്കെ മുടി ഒതുക്കണം. കാരണം എൻ്റെ തലയോട്ടിയൊക്കെ കാണാൻ തോന്നുന്നുണ്ടോ. പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേനും ചാറ്റൽ മഴയാണ്, ഫോഗിയാണ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ നമ്മൾ ബ്രിഡ്ജ് എത്തിയില്ല, ബ്രിഡ്ജ് എത്തുമ്പോഴത്തേക്കും കാണിക്കാം. അങ്ങനെ നമ്മൾ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിൽക്കുമ്പോഴത്തേക്കും ഒരു ട്രെയിൻ വരുന്നുണ്ട്. വീണ്ടും മഴ നനഞ്ഞ് പ്രകൃതി രമണീയതയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോകാം. പക്ഷേ ഇവിടെ നിന്ന് വലിയ തിരക്കൊന്നും ഇല്ലാത്ത റോഡാണ്. വല്ലപ്പോഴും ബസ് വരും, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ രാവിലെ ഇറങ്ങിയതല്ലേ. പിന്നെ നമ്മൾ അമ്പലത്തറയപ്പോഴത്തേക്ക് ഇതേ ആ ഉദയപൂർ മൗണ്ടൻ നോക്കി എന്ത് ഭംഗിയാണെന്ന്. ഇങ്ങനെ കോട ഇങ്ങനെ ഇറങ്ങി വന്ന് അതിനകത്തേക്ക് ഇങ്ങനെ പൊതിഞ്ഞ് നിൽക്കുന്നത് പോലെ അല്ലേ. That top is the Udaipur temple, Udaipur Neelakanteshwar temple. അപ്പോൾ മഴ നനഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ ആദ്യം അമ്പലത്തിലേക്ക് കയറി. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം നല്ല മഴയുണ്ടായിരുന്നു. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. മഴയൊക്കെ നനഞ്ഞ് നമ്മൾ അമ്പലത്തിൽ വന്ന കോലമാണ്. വരണമായിരുന്നൊക്കെ കുറേ ആലോചിച്ചു. നമ്മൾ രാവിലെ എണീച്ച് എല്ലാവരും കുളിച്ചൊക്കെ ഒരുങ്ങി മുണ്ടൊക്കെ എടുത്തുകൊണ്ട് വരണമെന്ന് വിചാരിച്ചതാണ് എല്ലാവരും. പക്ഷേ എന്ത് ചെയ്യാനാ, മഴയായിപ്പോയി. പിന്നെ മഴ പെയ്തുകൊണ്ട് വരണ്ടോന്നായിരുന്നു അത്. പിന്നെ അറ്റ് ലാസ്റ്റ് എന്തും കൽപ്പിച്ച് വരട്ടെ എന്ന് വെച്ചിട്ട് എല്ലാവരുടെ ബൈക്കിൽ അങ്ങ് പോന്നു. മഴ നനഞ്ഞൊരു കുളമായിട്ടുണ്ട്. ഒന്നാമത്തെ പനി, അതിൻ്റെ കൂടെ ഇത്. അങ്ങനെ നമുക്കും പ്രസാദം കിട്ടി. അതായത് കൽക്കണ്ടം, പിസ്ത, കിസ്മിസ്, ബദാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ നമുക്ക് തരുന്ന നമ്മുടെ തനീഷല്ലേ, തനീഷിൻ്റെ അങ്കിളാണ് അവിടെ പൂജയൊക്കെ ചെയ്യാനായിട്ട് നിൽക്കുന്നത്. പിന്നെ ഈ അമ്പലത്തിൻ്റെ ഓരോ സൈഡിൽ ഇതേപോലത്തെ ചെറിയ ചെറിയ മണ്ഡപങ്ങളുണ്ട്, കാണാൻ നല്ല രസമാണ്. പിന്നെ ഇതിനോട് ചേർന്ന് തന്നെ വീടുകളും ഉണ്ട് അപ്പുറത്ത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ലാൻഡ്മാർക്കാണ് ഇവിടുത്തെ ഉദയപൂർ ടെമ്പിൾ. ഉദയപൂർ നീലകണ്ഠേശ്വർ ടെമ്പിൾ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ലാൻഡ്മാർക്കാണ്. പിന്നെ ഇതിൻ്റെ പുറകിൽ കുറേ മിസ്റ്ററി ആണോ സ്റ്റോറീസൊക്കെ ഉണ്ട്. ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയ ടെമ്പിളാണ്. No, the Neelkanteshwara temple at Udaipur, Madhya Pradesh, was not built in one day.
It was constructed over a period of time, specifically between 1059 and 1080 AD, by the Paramara king Udayaditya. The temple is dedicated to Lord Shiva and is known for its intricate carvings and impressive architecture. പിന്നെ കുറേ നേരം മോഹിത്തും ചെയ്യും കൂടെ മഴവെള്ളത്തിൽ കിടന്നുകൊടുക്കുന്ന ചാട്ടമായിരുന്നു കേട്ടോ. അപ്പോൾ മഴ പെയ്ത് കുറച്ച് വെള്ളം അവിടെ കിടപ്പുണ്ട്, അതിനകത്ത് അമ്മാറ ചാട്ടം. സോ തൊഴുതിറങ്ങി തലമുടിയൊക്കെ നോക്ക്, മൊത്തം ഇതായി. കുറച്ച് ആൾക്കാരേ ഉള്ളൂ. യൂഷ്വലി സൺഡേസിൽ ഒരുപാട് ആൾക്കാർ വരുന്നതാണ്. ഇന്ന് മഴ ആയതുകൊണ്ടായിരിക്കണം കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പിന്നെ ഞങ്ങളുണ്ട്, ബാക്കി ആരെയും കാണില്ല. മീൻസ് ആൾക്കാർ കുറേ പേര് ഇവിടെ എന്നും വരാറുണ്ട്, സ്ഥിരമായിട്ടുണ്ട്. പിന്നെ സൺഡേസിൽ നമ്മൾ പറയുന്നതല്ല, ഇങ്ങോട്ടൊക്കെയെന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഭയങ്കര ഭക്തിയാണ്. യൂഷ്വലി ഇവിടെ ഒരുപാട് ആൾക്കാരുള്ളതാണ്. ഇന്നാണെങ്കിൽ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. നമ്മൾ കണ്ടല്ലോ അമ്പലത്തിനകത്ത് ഇന്ന് അടുത്തുള്ളവർ മാത്രമേ വന്നിട്ടുള്ളെന്ന് തോന്നുന്നു. കാരണം ഇന്നത്തെ ക്ലൈമറ്റ് അതുപോലെ ആയിരുന്നു. ആ ഒരു ഇതനുസരിച്ച് ആൾക്കാർ അത്രേ വന്നിട്ടുള്ളൂ. നമുക്ക് ആ ടെമ്പിളിൻ്റെ അടുത്ത് തന്നെയുണ്ട്. ഈ ടെമ്പിളിൻ്റെ സ്റ്റോറീസ് എനിക്ക് കൂടുതൽ അറിയില്ല. പക്ഷേ ആൾക്കാർ പറയുന്നത് ഇതൊരു ദിവസം കൊണ്ടുണ്ടാക്കിയതാണ്, ഒറ്റക്കല്ലിലുണ്ടാക്കിയതാണ്. പക്ഷേ അതിനെക്കുറിച്ച് ഒന്നുകൂടെ സെർച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു, അന്വേഷിക്കണം നമ്മളല്ലേ, വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെന്താ, ഇവിടെ വെച്ചാൽ നല്ല ക്ലൈമറ്റ് നല്ലതാണെങ്കിൽ വരുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷേ ചൂട് സമയത്തൊന്നും ഐ എം നോട്ട് റിഫറിങ് ടു കം ഹിയർ, ബിക്കോസ് എൻ്റെ താഴെയും കണ്ടില്ലേ, താഴെയും മറ്റേ കല്ലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ചൂട് സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക്. പിന്നെ ലോക്ക് ചെയ്യാൻ വേണ്ടിയായിരിക്കണം ഇവിടെ ഇങ്ങനെ ഇട്ടേക്കുന്നുണ്ടോ, 6 ഫോർ ലോക്കിങ്. സോ ഒരുപാട് ഇങ്ങനെ സ്ട്രക്ചേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഇതൊരു ഓട് പോലത്തെ മെറ്റീരിയലല്ലേ, കല്ലാണ്. സോ അതിനകത്ത് വൃത്തിയാക്കാൻ എളുപ്പമായിരിക്കും. പക്ഷേ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പോവും ഭയങ്കരമായിട്ടും. ഇത് കല്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കല്ലല്ല, നമ്മുടെ ഓടൊക്കെ ഇല്ലേ, നമ്മുടെ അങ്ങനത്തെ സംഭവം. പക്ഷെ കുറച്ച് ബലമൊക്കെ ഉണ്ട്, എങ്കിലും ഇതൊക്കെ പൊട്ടിപ്പോകുന്നത്. കുറേ ഈ സ്റ്റാച്യൂസിൻ്റെയൊക്കെ ഭാഗങ്ങളൊക്കെ പൊട്ടിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ്. അപ്പോൾ അമ്പലത്തിൻ്റെ തന്നെ അപ്പുറത്ത് ചെറിയൊരു ടോയ്ലറ്റ് ഉണ്ട്. ആ ടോയ്ലറ്റ് എന്ന് പറയുന്നത് തന്നെ ഈ കല്ലുകൊണ്ട് ഉണ്ടാക്കിയതാണ്. ഈ കല്ലിന് ഇവിടെ എന്താ പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ വളരെ എന്ന് വെച്ചാൽ നമുക്ക് പാളിയായിട്ട് പെട്ടെന്ന് എടുത്ത് വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള കല്ലുകൾ ഇതേപോലെ. ഇത് വേണേൽ നമുക്ക് വീണ്ടും ചെറുതാക്കാൻ പറ്റും. അങ്ങനത്തെ കല്ലുകൾ വെച്ചിട്ടാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ചെറിയൊരു എന്താ പറയുന്നത് പാർക്ക് പോലെ. പുള്ളിക്കാരൻ എന്തോ അതൊന്നും തപ്പുന്നുണ്ട്, ലെമണാണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ വന്ന് ഒരു ടോയ്ലറ്റ് ഉണ്ട്. സൂര്യൻ ഇപ്പോൾ ഉദിച്ചു വരുന്നു. ഞങ്ങൾ ഉദ്ദേശിച്ച സമയം ഇങ്ങനത്തെ ഒരു സമയത്ത് വരണം എന്നാണ് ഉദ്ദേശിച്ചത്. അതായത് മഴയൊന്നും ഇല്ലാതെ വന്ന് ഫോട്ടോയൊക്കെ എടുത്ത് മടങ്ങണം എന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ ഞങ്ങൾ വന്ന സമയത്ത് മഴയോട് മഴ. ഇപ്പം ഇച്ചിരി കുറവുണ്ട്. ഇനിയൊരു ചൂട് ചായ കുടിക്കണം. കല്ലുകൾ തമ്മിൽ ലോക്ക് ചെയ്യാനാണോ അതോ അവർക്ക് അടയാളത്തിന് വേണ്ടിയിട്ടാണോ അല്ലെന്ന് അറിയത്തില്ല. അവിടെ ഇങ്ങനെ ഒരു മാർക്കിങ് നമുക്ക് കാണാൻ പറ്റും. എല്ലാ കല്ലുകളുടെ ഇടയിൽ അങ്ങനത്തെ ഒരു മാർക്കിംഗ് ഉണ്ട്. സോ അവരെന്തോ വലിയ ഡിസ്കഷനാണ് അവിടെ. हेलो गाइस, वेलकम इन माय न्यू चैनल. बहुत मजा आ रही है, दिल गार्डन हो रहा है. Awesome. सब्सक्राइब माय चैनल. What's your channel name? Bro, I am Garib. To PG Corner. Bro, I am Garib. So I will make channel. Garib. Follow my Instagram ID and send me message. गाइस बोलो समथिंग. हम यहाँ पे घर जाने वाले हैं क्योंकि बहुत देर हो गई है. पूरा मंदिर हमने घूम लिया है आराम से. और अब हम यहाँ पे 5 स्टार होटल में जाके फोटो शूटिंग करके फिर जाएंगे घर पे. बाकी आप आज क्यों क्या आज बहुत कम है पीपल. हाँ, आज लोग बाग बहुत कम है क्योंकि देखो बारिश हो रही है पूरे में, इतनी जोर से, इसलिए. ये देखिए जेट प्लस सिक्योरिटी, ये देखिए घूम रहा है जेट प्लस सिक्योरिटी. ഞങ്ങൾ അമ്പലത്തിൽ നിന്ന്
ഇറങ്ങണം. കുറേ നേരമായി നമ്മൾ ഇറങ്ങിയിട്ട്. हमारे साथ बात होता जा रहा है चलो अपन बात गड्डू फील्डिंग मैंने सिखाई थी रे कैप्टन So we are moving from Neelakanteshwar temple. Others all are coming by scooty, we two are going by foot. Yeah, we will go and take the nature. അപ്പോൾ മഴയത്ത് തന്നെ താഴെയുള്ള ഒരു ചായക്കടയുണ്ട്. അപ്പോൾ ചായക്കടയിലോട്ട് വന്നു. അവരെല്ലാവരും കുറച്ച് നേരം തീ കായുന്നുണ്ട്. കാരണം നല്ല തണുപ്പല്ലേ. നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ കച്ചോരി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്, എണ്ണയ്ക്കകത്ത് കിടക്കുന്നു. ഞങ്ങൾ കുറച്ച് പേര് പക്കോട ഓർഡർ ചെയ്തു, കുറച്ച് പേര് സമൂസ, പിന്നെ നല്ല ചൂട് ആവി പറക്കുന്ന ചായയും വാങ്ങിച്ച് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതേ നമ്മുടെ കച്ചോരിയൊക്കെ നല്ലപോലെ പൊള്ളി വന്നിട്ടുണ്ട്. പക്ഷേ എനിക്കത്ര ഇഷ്ടമല്ല കേട്ടോ, കച്ചോരിയും സമൂസയും എനിക്കിഷ്ടമല്ല. ഇതെന്താണെന്ന് മനസ്സിലായോ? നോക്കൂ, പക്ഷേ പറിക്കാൻ പറ്റില്ല, ഭയങ്കര മുകളിലാണ്. ഇവിടെയുള്ള എല്ലാ മരത്തിലും ഉണ്ട്. ആ പാലം ഉദയപൂരം നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ള പാലമാണ് ഇത്. കാലൊക്കെ സൂക്ഷിച്ച് വെച്ചില്ലേ തെന്നി അടിച്ച് താഴെ കിടക്കും. തോട്ടിലൊന്നും, റോഡല്ല, ചെറിയൊരു ആറ്, വെള്ളമില്ല. पानी की